അപ്പോൾ നമ്മൾ നാഗാലാൻഡിലാണുള്ളത്. നാഗാലാൻഡിലെ ഡിമാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ട്രെയിൻ ഇറങ്ങി. ഇവിടെ ഇറങ്ങിയിട്ട് മാർക്കറ്റിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയാം, കറക്റ്റ് 6:20 ആയിട്ടില്ല. ഇവിടെ 4 മണിയാകുമ്പോൾ തന്നെ ഇന്ന് ഇരുടായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളിവിടെ റൂം എടുത്ത് ഇത് എവിടെയെങ്കിലും കാണുന്നില്ല, വലിയ ഹോട്ടലിൻ്റെ ഇവിടെ. ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഫുട്പാത്താണ് കേട്ടോ. ഇവിടെ ഷോക്സ് ഉണ്ടോ, ഇതെല്ലാം ഇട്ട് ഷോക്സ് പോലെ എനിക്ക് തോന്നുന്നത്, കാണുന്നില്ലേ ഇത്. നമ്മൾ ഇവിടുന്ന് സിറ്റി ടവർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതാണ്. 1.5 കിലോമീറ്റർ ഉള്ളത്. ഓട്ടോയിൽ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ നല്ല പൊടി ഇത് സഹിച്ചതാ, എല്ലാവരും നടക്കുന്നുണ്ട്. ഇതാ കുത്തനെ പിടിച്ച് നടക്കുന്ന നല്ല കുണ്ടും കുഴിയുള്ള റോഡും. ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഓൾഡ് മാർക്കറ്റാണ് പോലും. ഇവിടെ ഇപ്പോൾ 7 മണിയായി. 7 മണിയാകുമ്പോൾ തന്നെ ഇവിടുന്ന് എല്ലാ ടൗണിലെ ഹോട്ടലൊക്കെ അടച്ചു തുടങ്ങി കേട്ടോ. ഇനി ന്യൂ മാർക്കറ്റിൽ പോയാൽ അവിടെ ഫുഡ് ഉണ്ടാവും, ഹോട്ടൽ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. ഒരു ഫുഡിൻ്റെ ഇത് കാണുന്നുണ്ട്. പൊരിച്ച ചിക്കൻ. വാട്ട് ഇസ് ദിസ്? ചിക്കനാ? ലിവർ ചിക്കൻ. ഇവിടെ വേറൊരു അക്ക. പ്ലാസ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടെ ബേക്കറി ഉണ്ട്. ഇവിടെ കയറി നോക്കുന്ന കേട്ടോ. ഇവിടെ അത്യാവശ്യം ലക്ഷറി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ കയറി നോക്കുന്ന ഇവിടെ എന്തെല്ലാം ഉള്ളതെന്നുണ്ട് കേട്ടോ. അതാ സ്വീറ്റ്സ്. കേക്കിൻ്റെ റേറ്റ് നോക്കിയിട്ട് 1600, 1300. 1 കിലോൻ്റെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വഴിപാട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് കുര്യൻ, ഹിന്ദി അറിയാതെ കുര്യൻ കാര്യമായിട്ട് കേൾക്കുന്നുമുണ്ട്. ഇതുണ്ട്. ഇത് നമ്മൾ ചെറിയ ഡൽഹിയിൽ നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോയതിൻ്റെ വേറൊരു ടൈപ്പാണ് കേട്ടോ. അങ്ങനെ സരോജിനി മാർക്കറ്റിൻ്റെ അതേപോലെ ഒന്നുമില്ല, അറിയില്ല. നമ്മൾ ഉള്ളിലേക്ക് കയറിയില്ല. നമ്മൾ പോകുന്ന വഴിക്കുന്ന് ഇങ്ങനെ കാണുന്ന ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ട്. ഇത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഏരിയ വരുന്നത്. ഇവിടെ ഫുള്ള് ഡ്രസ്സിൻ്റെയും പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഈ സൈഡിലെല്ലാം ഉണ്ട്. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടുത്തെ ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ചാൽ മനസ്സിലായെന്ന് വെച്ചാൽ 7 മണിയാകുമ്പോഴൊക്കെ എല്ലാം ക്ലോസ് ആകാൻ തുടങ്ങി. അപ്പോൾ കാരണം ഒന്നാമത് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ഇതാണ്. ഇനിയിപ്പം ക്ലൈമറ്റ് ഇതായതുകൊണ്ട് നേരത്തെ ക്ലോസ് ചെയ്യും. ഇവിടെ നൈറ്റ് ലൈഫ് കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. വളരെ ചുരുക്കം ഷോപ്പ് മാത്രമാണ് രാത്രി തുറന്നു വെക്കത്തുള്ളൂ. അപ്പോൾ ഇത് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ തന്നെ ഇറങ്ങണം. ഇവിടെ വേറൊരു ഷോപ്പുണ്ട്, കാണിച്ചു തരാം. ഇത് സ്ട്രീറ്റ് ഫുഡ് പോലെയാണെന്തോ. എല്ലാവരും നോക്കുന്നുണ്ട് ക്യാമറ എടുത്തിട്ട് കാണുമ്പോൾ. ഇതുണ്ടോ ഇവിടുത്തെ, ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫുഡ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി, മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി. ഇവർ ഇതിൻ്റെ മുകളിലാണ് ഫുഡ് കൊടുക്കുന്നത്. അവിടെ ഇരുന്നിട്ട് കഴിക്കുകയും ചെയ്യാം. ഇതുണ്ടോ നൂഡിൽസ്. അവിടുന്ന് ഫ്രഷ് ചൂടോടിയിട്ട് ആക്കുന്നുണ്ട്. ഇത് നമ്മളെ റോളാന്ന് തോന്നുന്നു. മൊമോസ്. സത്യം പറഞ്ഞാൽ വേറൊരു പ്രശ്നമുണ്ട്, നല്ല പൊടിയാണ് കേട്ടോ. നല്ല പൊടി എന്ന് വെച്ചാൽ റോഡിൽ മുഴുവൻ നല്ല പൊടിയാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട് ഹോട്ടലിൽ. ഇതാണ് മെനു കാർഡ്. യാത്രയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം? വളരെ നല്ല, നമ്മൾ വിചാരിച്ചതിലും ബെറ്റർ യാത്രയായിരുന്നു. അതെ അതെ, ട്രെയിൻ വളരെ ശോകമായിരിക്കുന്ന വിചാരിച്ചത്.
അത്രയ്ക്ക് ഉണ്ടായില്ല. ഓക്കെ ഓക്കെ ആയിരുന്നു. ടോയ്ലറ്റ് വാസ് ഫൈൻ. വെള്ളം മാത്രം ഉണ്ടായില്ല. വെള്ളത്തിന്റെ ഇവിടെ നഗരം നമ്മൾ നടന്ന എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പൊടി പടലം. കുളിച്ചത് വെറുതെ ഇത് മട്ടറും ഇത് പനീരല്ല. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയണം. അതിനാണ് ആ വീഡിയോ കാണാൻ എന്താണ് ദേഷ്യം തീർക്കണ. രസമുണ്ടോ? ചുമക്കെന്ന് പറയുന്നത് ഹോട്ടൽ കുബേർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫുഡ് കഴിച്ചത്. റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം ഞാൻ പറഞ്ഞില്ല, നമ്മൾ മാർക്കറ്റിലേക്ക് ഇങ്ങോട്ടേക്ക് നടന്നു തരാം. ന്യൂ മാർക്കറ്റിൻ്റെ അടുത്താണ് ഇത് വരുന്നത് കേട്ടോ. ഫുൾ പൊടി, അതാ മാസ്ക് ഇടുന്നത്. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പനീറും പിന്നെ മട്ടർ മസാലയും കഴിച്ചത്. പനീർ മസാലയും മട്ടർ മസാലയും കഴിച്ചത് 240 210 അതാണ് റേറ്റ് ഉണ്ടായത്. പക്ഷേ ഇത് സംഭവം രസമുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. പബ്ലിക്കായിട്ട് ഇരുന്നിട്ട് വെള്ളം അടിക്കുന്നുണ്ടോ? ഇവിടെ ബാറല്ല, വെള്ളം സാധനം മേടിച്ചിട്ട് തട്ടടേൻ്റെ എടുക്കാൻ വന്നിട്ട് ഇരുന്നിട്ട് അടിക്കുന്നു. അപ്പോൾ ഇപ്പം കണ്ട അവരെ കാണുമ്പോൾ നിങ്ങളെന്താ വിചാരിച്ചത്? നമ്മൾ വിചാരിച്ചെന്ന് വെച്ചാൽ 22 23 ആ ഒരു വയസ്സങ്ങനെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവരെ വയസ്സായിട്ട് നമ്മളെല്ലാവരും ഞെട്ടി. 16 17 വയസ്സാണ് ആ പെണ്ണിനും ചെക്കന്. അവരാണ് നൈറ്റ് ഒറ്റയ്ക്ക് ഇവിടുന്ന് ഷോപ്പ് നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ 12 മണീൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആട്ടോ. കാരണം എല്ലാ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ പൂട്ടിയുണ്ടോ. ഇപ്പോൾ ഇവിടെ 9 മണി ആയിട്ടുള്ളൂ. അവരിവിടുന്ന് ബ്രദറും സിസ്റ്ററുമാണ്. നോക്കിയാട്ടെ, ആ നൈറ്റ് ലൈഫിൽ പോലെ തട്ടുകട കാര്യങ്ങൾ ഓപ്പണാക്കിയ പോലെ ആക്കിയിട്ട് പരിപാടി ചെയ്യുന്നത്, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്, ബിസിനസ് അല്ലേ. അതാണ് ഓരോ ലൈഫാണ് കേട്ടോ. ഞാൻ വെറുതെ അവരോട് വയസ്സ് ചോദിച്ചത്. അന്നേരമാണ് അവർ പറയുന്നത് 16 17 വയസ്സാണെന്നുള്ളത്. ഉണ്ടോ? ഇത് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുമ്പിലാട്ടോ. റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുമ്പിൽ ഇങ്ങനെ കുറേ പീടിയുണ്ട്. ഇതാണ് ഫുഡ് സ്ട്രീറ്റ് ഇവിടുത്തെ ഹോട്ടല്. പൂരി റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പിലാണ് ഇപ്പോൾ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 9 മണി ഞാൻ പറഞ്ഞില്ലേ. പക്ഷേ എങ്കിൽ ഇവിടെ റെയിൽവേ സ്റ്റേഷന് തൊട്ട് മുമ്പിൽ മാത്രമാണ് ഇവിടെ ഒരു ഓണായിട്ട് കിടക്കുന്നത്. ബാക്കി എല്ലാം ക്ലോസ് ആയി. അപ്പോൾ നമ്മൾ ഡിമാപൂർ നാഗാലാൻഡ് വന്നു കഴിഞ്ഞാകുമ്പം രാത്രിയൊക്കെ ഭക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ, അതായത് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് മുമ്പ് തന്നെ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഹോട്ടലിൽ നോക്കിയിട്ട് നടക്കണ്ട, കാര്യമൊന്നും ഉണ്ടാവില്ല. ഈ കാണുന്ന തട്ടുകടിയും പരിപാടിയും തന്നെയാണ് ഫുള്ള് ഫുഡ് കഴിക്കേണ്ടിട്ട് കേട്ടോ.